നമസ്കാരം. ഒരു പുതിയ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ UDFൻ്റെ പോക്ക് എങ്ങോട്ട് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആകെ സീറ്റുകൾ 140. അതിൽ കോൺഗ്രസ്സിന് കിട്ടുന്നതാവട്ടെ ഘടകകക്ഷികൾക്കൊക്കെ കൊടുത്തുപോയി കുറച്ച് സീറ്റുകൾ മാത്രം. സീറ്റ് പ്രേമികളോ ആയിരക്കണക്കിന്. അപ്പോൾ അതിലൂടെ ഇപ്പോൾ പുതിയതായി നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഏറ്റവും അവസാനത്തിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. പ്രേംകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാൻ UDF തീരുമാനിക്കുന്നു, അഥവാ ആഗ്രഹിക്കുന്നു. ആരാണ് പ്രേംകുമാർ എന്ന് ഞാൻ പറയാം, നിങ്ങൾക്കൊക്കെ അറിയാം. പ്രേംകുമാർ അതേപോലെ തന്നെ നമ്മുടെ ബഹുമാന്യനായ ആയിരുന്ന മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ ഏറ്റവും അടുത്ത സഹചാരിയായിരുന്ന സുരേഷ് കുമാർ, അതേപോലെ തന്നെ CPMൻ്റെ പഴയ വലിയ മുഖമായിരുന്ന PK ശശി, അതോടൊപ്പം തന്നെ മുൻ MLAയും CPM നേതാവുമായിരുന്ന ഐഷ പോറ്റി, അങ്ങനെ നീണ്ടു പോവുകയാണ് CPMൽ നിന്നും UDFലേക്ക് വരുന്ന നേതാക്കളുടെ നിര. ഇവർക്കൊക്കെ സീറ്റ് കൊടുക്കാൻ കോൺഗ്രസ്സിന് കഴിയുമോ എന്നാണ് എനിക്കുള്ള സംശയം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ കോൺഗ്രസ്സിൽ സീറ്റ് മോഹികളായുള്ളപ്പോൾ വെറും 100-നകത്ത് സീറ്റ് മാത്രം കോൺഗ്രസ്സിന് കിട്ടാവുന്ന ഒരു സ്ഥിതിയുള്ളപ്പോൾ അതിൽ നിന്നും ഇവർക്ക് സീറ്റ് കൊടുക്കാൻ കഴിയുമോ? ഇവർക്കൊക്കെയുള്ള യോഗ്യത എന്താണ് എന്ന് വീണ്ടും വീണ്ടും ആലോചിക്കേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കായി വർഷങ്ങളോളം പൊരുതുന്ന, സീറ്റിന് അർഹതയുള്ള, ജയിക്കാൻ സാധ്യതയുള്ള അനവധി പേർ ഈ പാർട്ടിയിലുണ്ട്. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു നിലവിലെ സാഹചര്യത്തിൽ UDFനൊരു അനുകൂലമായ തരംഗമാണുള്ളത്. ഇവരിൽ പുതുമുഖങ്ങൾക്ക് സീറ്റ് കൊടുക്കണം, വനിതകൾക്ക് സീറ്റ് കൊടുക്കണം, യുവാക്കൾക്ക് സീറ്റ് കൊടുക്കണം. ഇതൊക്കെ UDF ചെയ്യേണ്ടതുണ്ട്. ഇതിനിടയ്ക്ക് ഈ പുതിയതായി വരുന്ന അവതാരങ്ങളെ സീറ്റ് കൊടുത്ത് തൃപ്തിപ്പെടുത്തുവാൻ ശ്രമിച്ചാൽ അത് കോൺഗ്രസ്സിന് ഗുണം ചെയ്യുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പ്രേംകുമാറിനെ ഇപ്പോൾ ലാസ്റ്റ് ആയി പറയുന്നത്, പ്രേംകുമാർ ഒരു നാടാർ സമുദായ അംഗം, നാടാർ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് 3-4 മണ്ഡലങ്ങളിൽ പാറശാല, നെയ്യാറ്റിൻകര, കോവളമൊക്കെ ഉൾപ്പെടുന്ന നാടാർ സമുദായത്തിന് അവരുടെ പിന്തുണ കിട്ടുമെന്നാണ്. പ്രേംകുമാർ അല്ലാതെ തന്നെ നാടാർ സമുദായത്തിൽ നിന്ന് അനവധി ആളുകൾ, നേതാക്കൾ ഒക്കെ കോൺഗ്രസ്സിൽ നിലവിലുണ്ട്. അപ്പോൾ ഒരു പ്രേംകുമാറിന് സീറ്റ് കൊടുത്താലേ നാടാർ സമുദായത്തിൻ്റെ പിന്തുണ കിട്ടൂ എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നതേയില്ല. അതേപോലെ തന്നെ ഐഷ പോറ്റി 2 വർഷം 2 ടേൺ MLA ആയി. ഇനി അടുത്ത റൗണ്ട് അവർ സീറ്റ് കൊടുക്കില്ല എന്ന്, CPM സീറ്റ് കൊടുക്കില്ല എന്ന് ബോധ്യമായപ്പോൾ മറുകണ്ഠം ചാടി വരുന്ന ഐഷ പോറ്റിയുടെ പോലെയുള്ള ആളുകളെ ചുമക്കേണ്ട ബാധ്യത കോൺഗ്രസ്സിനുണ്ടോ? കോൺഗ്രസ്സിലും അതേപോലെ നിരവധി ആളുകളുണ്ട് പാർട്ടിക്കായി വർഷങ്ങളായി വേഷം കെട്ടി നടക്കുന്നവർ, പ്രവർത്തിക്കുന്നവർ ഒക്കെ. അവർക്കൊക്കെ കൊടുക്കാതെ ഐഷ പോറ്റിയെയും സുരേഷ് കുമാറിനെയും PK ശശിയെയും പ്രേംകുമാറിനെയും അതേപോലെ ഇനിയും പല അവതാരങ്ങളും വരാനുണ്ടാവും. അവർക്കൊക്കെ പുറകെ പോകേണ്ട കാര്യം കോൺഗ്രസ്സിനുണ്ടോ എന്നുള്ള കാര്യം കോൺഗ്രസിൻ്റെ നേതാക്കൾ ആലോചിക്കണം എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. ഇതൊക്കെ പറയാൻ നീ ആരാണ് എന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ വന്നേക്കാം. ഞാനൊരു പക്ഷേ ഒരു പഴയ കോൺഗ്രസ്സുകാരനോ വിശ്വാസിയോ അനുഭാവിയോ അഥവാ LDFൻ്റെ ഭരണത്തിൽ പൊറുതിയും മുട്ടിയ ഒരു സാധാരണ മനുഷ്യനോ ഒക്കെ ആണെന്ന് കരുതിക്കോളൂ. എന്തായാലും ഒരു സാധാരണ മനുഷ്യൻ്റെ വികാരം ആണ് ഞാൻ പറയുന്നത്. കോൺഗ്രസ്സിനകത്ത് സ്ഥാനാർത്ഥി മോഹികളെന്ന് മാത്രമല്ല യോഗ്യതയുള്ള അനവധി ആളുകളുള്ളപ്പോൾ UDFന് വരും തിരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാൻ പറ്റിയൊരു സാഹചര്യമാണെന്ന് പൊതുസമൂഹം നിരീക്ഷിക്കുന്ന ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള വാടകക്കാരെ
കൊണ്ടുവന്ന് മത്സരിപ്പിക്കേണ്ട കാര്യം UDF എന്നുള്ള കാര്യം നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ ഒന്ന് ആത്മപരിശോധന നടത്തണം എന്നുള്ളൊരാഗ്രഹമാണ് എനിക്കുള്ളത്. ഇപ്പോൾ ഇവരാരും മോശക്കാരാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പ്രേംകുമാർ ആയാലും ശശി ആയാലും സുരേഷ് കുമാർ ആയാലും ഐഷ പോറ്റി ആയാലും അവരൊക്കെ മികച്ച സംഘാടകരൊക്കെ ആയിരുന്നതാണ്. പക്ഷെ അതിനേക്കാൾ മികച്ച സംഘാടകർ പാർട്ടിക്കകത്ത് ഉണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഒഴിവാക്കിയിട്ട് ഇത്തരം പുതുമുഖങ്ങളെ കൊണ്ടുവരേണ്ട ആവശ്യം കോൺഗ്രസിനുള്ളൂ. പിന്നെ വർഷങ്ങളായി സീറ്റ് സ്വന്തമായി വെച്ച് കൊണ്ടിരിക്കുന്ന കുറേ കിളവന്മാർ എന്ന് പറയാതിരിക്കാൻ വയ്യ. 20 വർഷം 25 വർഷവും ഒക്കെ MLA-മാരായിരിക്കുന്ന അവരാരും അവരുടെ സീറ്റ് മാറിക്കൊടുക്കില്ല. പിന്നെ കോൺഗ്രസ് യുവാക്കൾക്ക് സീറ്റ് കൊടുക്കണം, വനിതകൾക്ക് സീറ്റ് കൊടുക്കണം, പിന്നെ ഇതുപോലെ പുതിയ അവതാരങ്ങൾക്ക് സീറ്റ് കൊടുക്കണം. ഇതിനേക്കുള്ള സീറ്റ് കൊടുക്കാൻ കോൺഗ്രസിന് സീറ്റുണ്ടോ എന്നുള്ള കാര്യം ശരിക്കും ആലോചിക്കണം. സീറ്റിൻ്റെ തികച്ചുമുള്ള അവസാന റൗണ്ട് ചർച്ചകളിലേക്ക് നടക്കുമ്പോൾ ഓരോ സീറ്റിനും വലിയ വലിയ കടിപിടിയും അടിപിടിയും നടക്കാനിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ കൂടെ കൊണ്ടുവരുന്നത് കോൺഗ്രസിന് ഗുണം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും എന്താണ് സംഭവിക്കുകയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി. വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും.